ദൗർഭാഗ്യവശാൽ അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികളോ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരോ ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും സമസ്തയെ ചോദ്യം ചെയ്യാനും സമസ്തയുടെ നയനിലപാടുകളെ പരിഹസിക്കാനും സമസ്തയെ പൊതുസമൂഹത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇകഴ്ത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ഗുണമില്ലാത്ത, സമസ്ത കേരള ജംഇയ്യത്തുലമയോട് ധിക്കാരം പ്രകടിപ്പിക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുലമയോട് ദാർഢ്യത്തോടുകൂടി പെരുമാറുന്ന ഒരു സ്ഥാപനമോ, സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളോ, സംവിധാനമോ ഈ സമുദായത്തിന് ഗുണമില്ല. ഇതിനാവശ്യമില്ല. നമ്മുടെ സംഘടനാ രംഗത്ത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രവണത, സംഘടനാ രംഗത്ത് എന്ന് പറഞ്ഞുകൂടാ, സംഘടനാ രംഗത്ത് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ, വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമുക്കറിയാം. കേരളത്തിലൊരു മദ്രസ മുതൽ ഒരു പ്രീ സ്കൂൾ മുതൽ നമ്മുടെ മുഴുവൻ സ്ഥാപന സമുച്ചയങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ തണലിൽ വളരുന്നതാണ്. ഈ സ്ഥാപനത്തിലൂടെ പുറത്തു വരുന്ന എല്ലാ വിദ്യാർത്ഥികളും സ്വാഭാവികമായും അത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രൊഡക്റ്റുകളാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായി, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആഹ്വാനം താക്കീതുകൾക്കും വിധേയമായി ഈ സമൂഹത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കും സംഘടനയുടെ അനുബന്ധ പദ്ധതികൾക്ക് മുഴുവൻ സമയ പ്രവർത്തകനായിട്ടില്ലെങ്കിൽ പോലും ഒരനുഭാവിയായിട്ടെങ്കിലും പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. അത് അവരുടെ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, അത്തരമൊരു വിഭാഗത്തെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിപ്പിച്ച് പുറത്തുവിടുന്നത് എന്നുകൊണ്ടാണ് സമുദായം അത്തരം സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് സമുദായം അത്തരം സ്ഥാപനങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സമുദായം അത്തരം സ്ഥാപനങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വഖഫ് സ്വത്തുകൾ നൽകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഖാദിമീങ്ങളായി ഒരുപറ്റം യുവപണ്ഡിതന്മാർ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് വളർന്നു വരുന്നു എന്ന താല്പര്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനങ്ങൾ വളർന്നത്. ഞങ്ങൾക്ക് സമസ്തയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ സ്വീകാര്യതയോടുകൂടി സുന്നി സമൂഹത്തിൽ ഒരു സംഘടനക്കും ഒരു സ്ഥാപനത്തിനും വളർന്നു വരാൻ കഴിയില്ല. ഒരു കുട്ടിയെയും അങ്ങനെ പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുലമയാണ് ഞങ്ങളുടെ മാതൃസംഘടന. സമസ്തയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ചതാണ് ഞങ്ങളുടെ സിലബസ് എന്ന് പരസ്യം നൽകാത്തിടത്തോളം കാലം ആ സ്ഥാപനത്തിന് യാതൊരു വിലയും നിലയുമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥാപനങ്ങളെല്ലാം വളർന്നു വരുന്നത്. ദൗർഭാഗ്യവശാൽ അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികളോ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരോ ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും സമസ്തയെ ചോദ്യം ചെയ്യാനും സമസ്തയുടെ നയനിലപാടുകളെ പരിഹസിക്കാനും സമസ്തയെ പൊതുസമൂഹത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇകഴ്ത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും വ്യക്തികളെയും SKSF കണ്ടറിയേണ്ടി വരുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ഗുണമില്ലാത്ത, സമസ്ത കേരള ജംഇയ്യത്തുലമയോട് ധിക്കാരം പ്രകടിപ്പിക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുലമയോട് ദാർഢ്യത്തോടുകൂടി പെരുമാറുന്ന ഒരു സ്ഥാപനമോ, സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളോ, സംവിധാനമോ ഈ സമുദായത്തിന് ഗുണമില്ല. ഇതിനാവശ്യമില്ല. ഈ സ്ഥാപനങ്ങൾ നട്ടുവളർത്തിയത് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുലമ മുന്നോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനപരമായ താല്പര്യം എന്താണ്? അത് സമസ്തയുടെ ആശയാദർശങ്ങളിൽ ഊന്നി പ്രവർത്തിക്കുന്ന, പഠിക്കുന്ന, ആ രീതിയിൽ പരിചയപ്പെടുത്തപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് വളരണം എന്നുള്ളത് കൊണ്ടാണ്.